എടാ എത്ര നാളുകൊണ്ട് ഞാൻ പറയണ്ടാ ഈ തണുത്തോളം കുടിക്കല്ലേ എന്ന്. ഇവിടെ തിളപ്പിച്ച വെള്ളം ഇരിക്കില്ല, അത് കുടിച്ചൂടെ? ഈ ചൂടത്താ ചൂടുവെള്ളം മനുഷ്യ ഇവിടെ കത്തി നിക്കണ്. കത്തണെങ്കിൽ ഫ്രിഡ്ജ് കേറിയിരിക്കാൻ തന്നെ പോണത്. ആദ്യം കേറിയവ ഇറങ്ങട്ട്. ആര്? നിങ്ങളെ മൂത്ത സന്തതി മഹേഷ്. കൊള്ളാം, നിന്റെ അകത്തിന്റെ സ്ഥിരതാമസാകാം കേട്ടാ. നീ എന്തായി കഴിക്കണ? ഗ്യാസ് ഇല്ലാത്ത ഫ്രിഡ്ജ് കയറിയിരുന്നു. വെള്ളം തന്നാണ് തീർക്കല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നടാ അതിന്റെ അകത്ത് അന്തരീക്ഷം? കൊള്ളാടാ അമ്മ. പിന്നെ ഇനിയെങ്കിലും ആ സാമ്പാർ എടുത്ത് കളയണം, പുളിച്ച്. പിന്നെ നാളെ നമുക്ക് ജ്യൂസ് അടിക്കാൻ മുന്തിരിയും തണിമത്തനും ഇല്ല കേട്ടാ, എല്ലാം തീർന്നു. എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും നേരം അകത്തല്ലായിരുന്നു. അപ്പൊ ബോറടിച്ചപ്പോ എല്ലായിടത്തും പറക്കി കഴിച്ചു. ഡീഹൈഡ്രേഷൻ ഡ്രിങ്ക് കുറച്ചും കൂടെ വലിയ ഫ്രിഡ്ജ് ആയിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒത്ത അതിനകത്ത് കയറിയിരിക്കായിരുന്നു. തന്നെ അമ്മ. പിന്നെ അടുത്ത ഓണത്തിന് നമുക്ക് ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്ത് വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റും. ഫ്രിഡ്ജ് എക്സ്ചേഞ്ച് ചെയ്തതിന് പോലെ നിന്റെ രണ്ടെണ്ണം കൂടെ എക്സ്ചേഞ്ച് ചെയ്താൽ പോരെ? എക്സ്ചേഞ്ച് ചെയ്താലും തള്ളയുന്നതേ മാറുന്നില്ലല്ലോ. വീടിന്റെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി കേട്ടാ. ഉച്ചി പുളകണ വെയിലടിക്കണം. രാവിലെ ഇറങ്ങണ്ട, രാത്രി ഇറങ്ങിയാ പോരെ? രാവിലെ വെയിലാണെങ്കിലേ രാത്രി ആവിയാണ്. അമ്മയ്ക്ക് ആവിക്കുളിക്ക് പോണോന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പൊ അങ്ങോട്ടൊന്നും പോണ്ട. രാത്രി റൂം അടച്ചിട്ടിട്ടേ ഫാൻ ഇട്ടാ മതി. ആവിയും കുളിയും എല്ലാം കിട്ടിക്കോളും. പറഞ്ഞത് ശരിയെന്നല്ല, രാത്രി ഒന്നും കിടക്കാൻ വയ്യ. ശവായി ഗ്രില്ലേ കോഴിയുടെ അവസ്ഥയാണ്. ശവായി എന്ന് പറഞ്ഞപ്പോ കഴിക്കാൻ തോന്നറ. ഹോട്ടൽ എങ്ങനെ തുറന്നാടാ? ഹോട്ടലെല്ലാം അടച്ചു പൂട്ടിട്ടേ അതല്ലേ ഇപ്പൊ വിറക് കടയാക്കി. അതാണല്ലേ ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ നാട് വിട്ട് വേറെ നാട്ടിലൂടെ ഞാൻ തലറിച്ച് പോവാൻ പോണ്. ഒരു കാര്യവുമില്ല, നമ്മളല്ലേ അവിടെ പോണത്. ലോകം അവസാനിക്കാറായെന്നാണ് തോന്നണം. അങ്ങനെയൊന്നും പറയില്ലടാ. എന്റെ പുതിയ ഗ്രൈൻഡർ ഞാൻ ഉപയോഗിച്ച് കൊതു തീർന്നില്ല. നിങ്ങൾ ഇവിടെ ഗ്രൈൻഡറും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കി. എന്റെ കയ്യെ കറുത്ത് കരിവാളിക്കാറായി. ഏതെങ്കിലും സൺസ്ക്രീൻ ഉണ്ടാടാ? ഈ ടോക്ക് ഇവിടെ വെച്ച് നിർത്താം. ആഴ്ചയിൽ 5 ഷോർട്സിൽ ഒരു ഷോർട്സിൽ നമ്മൾ പ്രൊമോഷൻ വീഡിയോ ചെയ്യണത്. അതിന് ആൾക്കാരെ തെറി വിളിക്കണം. ഇനിയിപ്പോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം ചെയ്യണം ലോങ് വീഡിയോ കൂടെ പ്രൊമോഷൻ കുത്തിക്കയറ്റിയാലേ ആൾക്കാർ പലതും വിളിച്ചു തുടങ്ങും. വീട്ടിൽ സ്വിമ്മിംഗ് പൂൾ ഇല്ലാത്തത് വൻ അടിയായി പോയി. യോ വെറുതെ നിൽക്കല്ലേ, ഒരെണ്ണങ്ങോട്ട് കുഴി. ഇവിടെ കിണറ്റിൽ വെള്ളമില്ല കുടിക്കാനായിട്ട്. അപ്പോഴാണ് അവന് നീലാടാൻ. നമുക്ക് ഏതെങ്കിലും കുളത്തിൽ പോയി മുങ്ങിയല്ല. മുങ്ങ കെട്ടിക്കിടക്കണ വെള്ളമാണ്. തിരിച്ച് പൊങ്ങമ്പഴേ മസ്തിഷ്ക ജ്വരമായിട്ടായിരിക്കും പൊങ്ങണത്. എങ്കിൽ വേണ്ട. ഏതായാലും 2 ദിവസം ഞാൻ എന്റെ വീട്ടിൽ പോയി നിൽക്കാൻ പോണു. എന്തിന്? അമ്മയും അച്ഛനെ കണ്ടിട്ട് കുറെ നാളായില്ലേടാ. അവരെ നോക്കിയില്ലെങ്കിൽ എനിക്ക് പാവം കിട്ടൂലേ. ചുമ്മേടാ, അവിടെ 2 ടണ്ണിന്റെ AC ഉണ്ട്. അത് കൊള്ളാൻ വേണ്ടി പോവേണ്. സ്നേഹം ഇങ്ങനെ ഏത് പൊത്തിന്ന് ചാടി വന്നാ? അച്ഛൻ തച്ചാ കൊടയും ചൂടി. പുറത്തും ചൂട് അകത്തും ചൂട്. കൊട ചൂടാമെന്ന് കരുതി. ജംഗ്ഷനിൽ എന്തിനാണ് അവസ്ഥ? പരിതാപകരം. ജംഗ്ഷനിലെ പലചരക്കിങ്ങനെ ദിനേശിലെ താടിക്ക് വെച്ച അവൻ വെയിലത്ത് പോയിരുന്നപ്പോഴേ അവനെ താടിക്ക് തീ പിടിച്ച്. അയ്യോ, എന്നെ രക്ഷിക്കണേ നമ്മൾ ഓടിച്ചത് എങ്ങോട്ടെന്ന് അറിയാമോ? റേഷൻ കട നടത്തുന്ന മണ്ണ് കൊടുത്തോണ്ടിരുന്ന പരമൂന്റെ അടുത്ത്. പരമു വെപ്രാളത്തിൽ വെള്ളമെന്ന് കരുതി മണ്ണിനെടുത്ത് ഒരൊറ്റ വഴി. എല്ലാവരും ഒറ്റ അകന്തലായിരുന്നു. കത്തി നശിച്ചല്ല. നിങ്ങൾ ഷർട്ടിടാതെ കവലയെ പോയാ? അതൊന്നും പറയണ്ട. ദിനേശ എന്ത് പറ്റിയടാന്ന് ചോദിക്കാൻ പോയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഇട്ടിരുന്ന ഷർട്ട് കത്തിപ്പോയി. കൂടെ കുറച്ച് കൂടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും വെച്ചാ? സാരല്ലടാ, ഇത് വീണ്ടും കിളക്കും. കിളത്ത് വരും. മുടിയുടെ കാര്യമല്ല, ഈ അവന്റെ ചൂട്. പ്രകൃതിയെ നമ്മൾ ഒരുപാട് ദ്രോഹിച്ചില്ലേ? അതിന് പ്രതികാരം ചെയ്യണം നമ്മൾക്ക് പ്രകൃതി. ഉദാഹരണത്തിന് ഈ വീടിന് ചുറ്റും എത്ര മരങ്ങൾ ഉണ്ടായിരുന്നു, എല്ലാം വെട്ടി നശിപ്പിച്ചില്ലേ? ഇവിടെ നിന്നാ മരം ആരാണ് വെട്ടിയത്? ഞാൻ തന്നെ. വിറ്റപ്പോ നല്ല പൈസ കിട്ടി. അപ്പൊ ഇതൊന്നും ആലോചിച്ചില്ല. നമുക്ക് എന്തായാലും ഒരു പ്രാവശ്യം കൂടെ ഈ ചുറ്റി നണ്ണ വെച്ചാ മരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോഴേ കൊണ്ട് നട്. ഞാനേ ഇന്നൊരു ജമന്തി തൈ എടുത്ത് ഇങ്ങനെ വെച്ചതേ ഉള്ളൂ. ജമന്തിയെ മന്തിയായി. എന്റെ ചെടിയെല്ലാം കരിഞ്ഞു പോണ്. മനുഷ്യവിടെ അടുപ്പത്തിരുന്ന് വേവണക്ക് വേവണം. അപ്പോഴവളെ ചെടി സാധനങ്ങളൊക്കെ തീർന്ന് കടയിൽ പോയാ സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് പോവാ. പിന്നെന്താ നമ്മളല്ലാതെ പോയി വേറെ ആര് വാങ്ങിക്കണം? എടാ പോയിട്ട് വാടാ. പോടാ. ഇപ്പൊ അണ്ണാച്ചി ഐസ് വെട്ടിയും കൊണ്ട് വരും. അതീ കയറി ഇരിക്കാനുള്ളതിന് എനിക്ക്. അച്ഛാ പോയിട്ട് വരും. എനിക്ക് രാവിലെ കിട്ടേണ്ടതെല്ലാം കിട്ടി. കിട്ടാത്തവർ പോയി വാങ്ങിച്ചോളൂ. പിന്നെ പോണവരെ ശ്രദ്ധയ്ക്ക് നെഞ്ചത്ത് വല്ല ടേബിൾ ഫാന ഷവറ ഫിറ്റ് ചെയ്തിട്ട് പോകും. അതായിരിക്കും നല്ലത്. ഇതിപ്പോ എന്റെ ആവശ്യമല്ല സാധനങ്ങൾ പോയി വാങ്ങിക്കണത്. അതെ, നിന്റെ മാത്രം ആവശ്യമാണ്. ഞാൻ തന്നെ പോയിക്കോളാം. പോയി വെന്ത് വെണ്ണീറായിട്ട് വരൂ ജലജേ. അമ്മ പോയിട്ട് വരാൻ നേരത്തെ ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേ. നാണോ ഇല്ലാത്തവൻ. അമ്മ കുൽഫി. കാര്യമില്ല. ഐസ്ക്രീം എത്തുമ്പോഴേക്കും അതിലെ പ്ലാസ്റ്റിക് ഡപ്പടക്കം ഉരുവി പിടിച്ചോളും. അതിനേക്കാളും ഇവിടെ നിന്ന് വല്ല പ്ലാസ്റ്റിക് ഉരുക്കി കഴിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് എന്തിനാ പൊരി വെയിലത്ത് വിളിച്ചോണ്ട് വന്നത്? ചന്ദ്രി നാട്ടുകാർ അറിയട്ടെ നമ്മൾ ഉരുക്ക വനിതകളാണെന്ന്. ഇപ്പൊ ഉരുവി ഇളവും. നമുക്ക് ഈ ക്ഷീണം മാറ്റാൻ 2 ചായ കുടിച്ചാലേ?
ഈ നിമിഷത്തിലാണ് രഘുചേട്ടൻ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്ന വാക്കുകൾ സ്മരിക്കാൻ തോന്നുന്നത്. എന്തിരുന്നടി നിനക്ക് മുഴുപ്പിലാന്താണ്. നിങ്ങൾ വല്ല ഉളം പറയും കൊണ്ടിരുന്നോന്ന്. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കണ്ടേ? നിങ്ങൾക്ക് ഇവിടെ പോയി വാങ്ങിച്ചപ്പോൾ എന്നെന്തിനാ വിളിക്കണ? എടി നമ്മൾ എവിടെ പോയാലും ഒത്തല്ലേ പോയി വാങ്ങിക്കണ. അപ്പം മരണോ ഒരുമിച്ച് തന്നെയല്ലേ? തൊഴിലുറപ്പിന് പോണ നമുക്ക് ഇതൊക്കെ പുത്തരിയാണോ സന്ദരി? കൊടയെടുക്കാനും മറന്നു. നീ എടുത്തില്ലല്ലേ? അത് ദേവണെങ്കിൽ പണിയെടുക്കണ പെണ്ണുങ്ങൾക്ക്. വാഴയുടെ മുട്ടില് തണലും കൊണ്ടിരിക്കുന്ന നമുക്ക് പുത്തരിയല്ല, ചമ്പാവരി. എടി സന്ദരി, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഈ 12 മണി തൊട്ട് 2 മണിയുള്ള വെയിൽ കൊണ്ടാലേ നമുക്ക് വൈറ്റമിൻ എക്സ് വൈ ഇസഡ് കിട്ടുമെന്ന്. ഈ വെയിൽ കൊണ്ടാലേ വൈറ്റമിൻ 6 ഐ പി ആണ് കിട്ടാൻ പോണ. സന്ദരി, നമുക്ക് പെട്ടെന്ന് പോവാ. 2 കിലോ സവാള വാങ്ങിക്കണ കാര്യമല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓ, പിന്നെ കുറച്ച് ഉരുളക്കിഴങ്ങ്, സവാള, തക്കാളി, മലക്കറി വാങ്ങിക്കണം. പിന്നെ മീൻ കടയിൽ കയറണം. പിന്നെ പോസ്റ്റ് ഓഫീസിൽ കയറണം. പിന്നെ നമുക്ക് കുറച്ച് ചുരിദാറും എടുക്കണം. ചേച്ചി, നിങ്ങൾ മുക്കിയിട്ട് എനിക്ക് ഷെയർ ചെയ്യുന്ന എല്ലാ പൈസയും ഞാൻ തിരിച്ചു തരാം. എന്നെ ഒന്ന് വെറുതെ വിടോ. എന്തൊരു സന്ത്രി, നീ കൊറേ നാളുകൊണ്ട് പറയല്ലേ നിനക്ക് 2 ചുരിദാർ എടുക്കണോന്ന്. അതെടുക്കണം, ഞാൻ വാങ്ങിച്ചരാ. നീ കൂടെ വാ, നിന്റെ പൈസക്ക് വാ. കുറച്ച് വീല് കൊള്ളു. എനിക്ക് ഭർത്താവും കുട്ടികളെ കൊള്ളേനെ ചേച്ചി. ഞാൻ വീട്ടിൽ പോട്ടാ. എന്തൊരു വർത്താനം സന്ത്രി. അതോ ഒരു ATM. നമുക്ക് ATM കയറി കുറച്ച് രഹസ്യമുള്ള. അയ്യോ, യാസില്ലാത്ത ATM. അയ്യോ പൊള്ളി അറിയേ. ഒട്ടി നടക്കാൻ മാറിയടാ അങ്ങോട്ട്. ഒന്നാമത് ചൂട്, നിന്റെ പുറ ഒട്ടാണ്. നീ മാറിയടാ. ഇതിനെച്ച ഇങ്ങനെ ഒരു ആലോചന. അല്ലടാ, ഈ ചൂട് കാരണല്ലേ നമുക്ക് ചൂടെടുക്കണത്. അപ്പോൾ ഈ ചൂട് കൺവേർട്ട് ചെയ്ത് എങ്ങനെ AC ആക്കാം എന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൊള്ളാച്ച, നല്ല ഐഡിയ. നമ്മളുണ്ട് കൂടെ. പക്ഷെ അതിന് കുറച്ച് ബുദ്ധി വേണം. എങ്കിൽ അത് ഈ നിമിഷം ഉപേക്ഷിക്കൂ. ഒന്നാമത് തലച്ചോറില്ല, അതിന്റെ കൂടെയാണ് തലച്ചോറ് വെച്ചുള്ള കളി. കോവാലം വിളിക്കണം. ഡേ കോവാല, ഞാൻ നിന്നെ എത്ര നേരം കൊണ്ട് അങ്ങോട്ട് വിളിക്കണം. നീ എന്ത് ഫോൺ എടുക്കാത്ത? പിന്നെ സമയം കിട്ടുമ്പോൾ അവിടെ പോയി ഒരു പൈൻ്റ് എടുത്തുകൊണ്ടെന്നാണ്. അയ്യോ അണ്ണച്ചി, ഞാൻ പൈൻ്റടി നിർത്തി. പിന്നെ ഈ കൊട്ടം വെയിലത്ത് ആര് പോയി ക്യൂ നിന്ന് സാധനം വാങ്ങണ? അത് ശരിയാണ്. ഏതായാലും നിന്റെ കുടുംബം രക്ഷപ്പെട്ട. നീ വെള്ളോടി നിർത്തിയല്ല. പിന്നെ അണ്ണച്ചി, ഈ ക്ലോക്കിടുന്ന ബാറ്ററി വല്ലതും ഉണ്ടാ? ക്ലോക്കിലെ ബാറ്ററി തീർന്നോയാ? ഹേയ്, പൈൻ്റടിയെ നിർത്തിയോളൂ. വീട്ടില് വാച്ചുണ്ട്. വെച്ചിട്ട് പോടാ. ഇപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കണ. നമുക്ക് 3 പേർക്ക് പണിയില്ലാത്തത് നന്നായി. അല്ലെങ്കിൽ സൺബേൺ അടിക്കൂലായിരുന്ന സത്യം. തന്നെടാ മക്കളെ തന്നെ. ഈ ചൂടത്ത് നമ്മൾ എങ്ങനെ ജോലിക്ക് പോകണം? ജോലിക്കൊന്നും പോകണ്ട കേട്ടാ. ഇനിയിപ്പോൾ എൻ്റെ കാലശേഷം നിങ്ങൾ ഇങ്ങനെ തന്നെ ജീവിച്ചു പോയാൽ മതി. എല്ലാ കാര്യവും അമ്മ നോക്കിയോളൂ. ഒരിക്കലും ഇല്ല അച്ഛ. അച്ഛന്റെ ലെഗസി നമ്മൾ കാത്തു സൂക്ഷിക്കും. രണ്ടുപേരും മുഖം മറച്ച് പോയോണ്ട് വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും പറ്റിയില്ല മക്കളെ. നിങ്ങളെന്താ മേക്കപ്പ് കെട്ട് മൈമ കളിക്കാൻ പോയതാ? മൈമല്ല, നിങ്ങളെ ഈ മൈ സന്ദരി, മൈ ഡിയർ വൈഫ് ഉണ്ടാക്കി വെച്ച വെനീനതൊക്കെ കരിവാട് വാങ്ങിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോയതാണ്. നീ നോക്കാൻ വേണ്ടി ഒരു സൈഡ് ഇങ്ങനെ മാറ്റി. ഇപ്പൊ രണ്ടുപേരും കരിവാടായല്ലേ? രഘുചേട്ടാ, ഇത് കുളിച്ചാ പോവോ? കുളിച്ചാ പോവും, പക്ഷെ നീ കുളിക്കൂലല്ലോ, അതുകൊണ്ട് പോവൂല. നമ്മളീ പറയും പോലെ പുറത്തത്രയ്ക്ക് വെയിലില്ല. അത്രയ്ക്ക് വെയിലില്ലാത്തോണ്ടാണ് എന്റെ മുഖം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ പോലെ ആയത്. നിന്റെ മുഖം ജന്മന എങ്ങനെയല്ലേ സന്ദരി? ഏതായാലും രണ്ടുപേരുടെ മോന്തേരെ പകുതി വൃത്തിയിടങ്ങ് മാറി കിട്ടിയല്ലേടാ? അയ്യോ വേണ്ട, എനിക്കിപ്പോ സമയമല്ലേ, ഞാൻ പിന്നീട് വരാം. ഷോ, പാവൻ ചന്ദ്രി മാമി ആർക്കും ഒരു ഉപദ്രവമില്ലാതെ ജീവിച്ചോണ്ടിരുന്നേ. അമ്മ, എന്നാലും എങ്ങനെ അമ്മ രണ്ടുപേരെ ഒരു സൈഡ് മാത്രം കറുത്തു പോയത്? സൂര്യന്റെ പുതിയ ബാറ്റ്മാൻ എഡിഷൻ ഷെയ്ഡ്. ഏതായാലും പോയതല്ലേ, വല്ലതും വാങ്ങിച്ച് കുടിച്ചുകൂടായിരുന്നാ? കട്ടൻ ചായ. ഈ സമയത്ത് ജ്യൂസ് കുടിച്ചാലേ ചന്ദ്രക്ക് ജലദോഷം വരും. ഓ, എന്തൊരു കരുതല്! എന്റെ അണ്ണനാളോ ആമാശവും കത്തിയിരിഞ്ഞ് ഞാൻ പോണ്. ചന്ദ്ര നില്ലടി, ചൂട് കഞ്ഞി കുടിച്ചിട്ട് പോവാ. ചേച്ചിയെ ഞാൻ ഇതുവരെ ചേച്ചി എന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ലല്ലേ. ഇനി നിങ്ങളെ തൊള്ളേന്ന് വല്ലവും വീണ ചേച്ചിയുടെ ചേ ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിട്ടേ വേറെ 2 അക്ഷരം കൂട്ടിച്ചേർത്ത് വിളിക്കും. 2 അക്ഷരം ഇനി എന്നെ വീട്ടിൽ കയറ്റോ എന്തോ? എന്തോ അമ്മ കേറ്റാത്ത? എന്നെ കണ്ട തിരിച്ചറിയണ്ട. അതെ, നീയിപ്പൊ ഇത് പോയി എന്തൊരു ചെയ്യും? ചവരിട്ട് പിടിച്ചാ പോവല്ലേ അച്ഛാ? പോവോ? പോവും. പിന്നെ പോവാതാ. ചവരിയിട്ട് പിടിച്ചാൽ ചവരിയുടെ നാര് പോവും. അപ്പൊ വേറൊരു ചവരി എടുക്കാം.
2-3 ഫാൻ ഇട്ടിട്ട് എന്തൊരു ചൂടിത്. ഹലോ, കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമല്ലേ? അതെ. ഇന്ന് ഇവിടെ എങ്ങാനും എപ്പോഴെങ്കിലും മഴ പെയ്യാൻ വല്ല ചാൻസും ഉണ്ടാ? ഒരു 3:41 ആവുമ്പോ 2 തുള്ളി പെയ്യാൻ സാധ്യതയുണ്ട്. ഈ 2 തുള്ളി എന്ന് പറയുമ്പോ ആരെങ്കിലും മഴയുടെ നില കയറി പെടുക്കുമ്പം 2 തുള്ളി വീഴുന്നതാണോ? അല്ല, ആരെങ്കിലും തുപ്പുമ്പോ തെറിക്കുന്നതായിരിക്കും. അല്ല, നിങ്ങൾക്ക് ഈ മഴ പെയ്യാൻ എന്തെങ്കിലും ചെയ്തുകൂടെ? വൈശാലിയിലെ ഋഷ്യസിംഗിനെ അയക്കാം. മഴ പെയ്യുമ്പോൾ ദും 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 നാദം പാടി ആസ്വദിക്കൂ. അങ്ങനല്ല, ഇവിടെ കിണറ്റിൽ വെള്ളമില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. സുന്ദര കില്ലാടിയിലെ ദിലീപിനെയും കൂടെ അയക്കാം. കിണറും കൂടെ കുഴിച്ചേരും. ശാലിനി ഇല്ല കേട്ടോ. ഇനിയിപ്പം അവിടെ എങ്ങാനും മഴ പെയ്യണമെങ്കിലേ കുറച്ച് മഴ പിടിച്ചു വെച്ചിട്ട് പമ്പ് സെറ്റ് വെച്ച് ഇങ്ങോട്ട് അടിച്ചുവിടാ നോക്കോ? ശ്രമിക്കാം. ഓ, ശ്രമിച്ചാ മതി. ചൂടാകുമ്പോ എനിക്ക് മാത്രമല്ല, എല്ലാത്തിനും ഭ്രാന്ത്. അമ്മ ശരീരം തളരാണ്. ഫാൻ ഇട്ടപ്പോഴേ ചൂട് കാറ്റ്. പകുതി വന്നിരിക്കണ ഞാൻ തിരിയാണ്ടാ. ഞാൻ ഒരു കാരണവശാലേ തലകറങ്ങനെ വീണെങ്കിൽ നിങ്ങൾ എല്ലാവരും പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂലേ? അങ്ങനെ പോവുകയാണെങ്കിൽ ICയിൽ ആദ്യമേ കയറ്റണ്ട കേട്ടാ, മോർച്ചറിയിൽ കയറ്റിയാൽ മതി. നല്ല തണുപ്പ് ഇട്ടിട്ട്, എന്നിട്ട് ചെറിയ തണുപ്പിൽ കയറ്റിയാൽ. അങ്ങനെയാണെങ്കിലേ നിന്റെ മോർച്ചറിയിൽ ഞാൻ കൊണ്ട് കയറ്റും. കുറച്ച് തണുപ്പ് ഇനി കൂടെ കിട്ടട്ട്. 2 കരിക്ക് കിട്ടിയിരുന്നെങ്കിൽ വെട്ടിപ്പൊളന്ന് കുടിക്കായിരുന്നു. ആ മോഹനമാവനൊന്ന് വിളിച്ചാണി അമ്മ. നീയേ ആ കുസുമന്തിന്റെ പറമ്പിൽ നിൽക്കുന്ന തെങ്ങിന്റെ മണ്ടയിൽ ആരാണ് ഇരിക്കണം നോക്കിയാണ്. മോഹനമാമല്ലേ ദോ ഇരിക്കണത്. അപ്പൊ വെട്ടാൻ വന്നാ? രാവിലെ തെങ്ങിന്റെ മണ്ടയിൽ കയറിയതാണ്. ചൂട് കാരണം അവിടെ ഉരുകി പിടിച്ചു പോയി. ഞാൻ അതിന് ചട്ടു വെച്ച് ഇളക്കി നോക്കണം, അല്ലെങ്കിൽ തെങ്ങ് മുറിച്ചിടണം. തെങ്ങ് മുറിച്ചിടാനാണെങ്കിൽ കുസുമ സമ്മതിക്കണേയില്ല. അവള് കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് വീഴ്ത്താൻ നോക്കണം. അമ്മ, ശാന്താമിയുടെ വീട്ടിലെ കൂളറുണ്ട്, ഒന്ന് ചോദിച്ചു നോക്കിയാണ് എടുത്തോട്ടാ. ചോദിക്ക. ഹലോ ശാന്തേ, കൂളറുണ്ടാ? കൂളിംഗ് ഉണ്ടാ? എനിക്ക് തരോ? കിട്ടൂല. ഇനിയിപ്പോ പൈസ നോക്കിയിട്ട് കാര്യമില്ല. ഈ ചൂടത്ത് പിടിച്ചിരിക്കണമെങ്കിൽ AC തന്നെ വേണം. ഒരു AC വാങ്ങിക്കാം. ഹലോ, AC കടയല്ലേ? അതെ. ഒരു AC വേണമായിരുന്നു. എത്രയാണ് സർ താങ്കളുടെ ബഡ്ജറ്റ്? 1000-നും 2000-നും ഇടയ്ക്ക്. എങ്കിൽ വീട്ടിലുള്ള ഐസ് പുഴുങ്ങിയിരിക്കൂ സർ. ഓ, ശരി. എന്തൊരു താറാവാ. നീ എന്താടാ ദിഗംബരന്റെ കണ്ണാടിക്ക് വെച്ച് ഇങ്ങോട്ട് പോണേ? ഞാൻ രക്ഷപ്പെട്ടച്ചാ. സ്വിമ്മിങ്ങിന് പോണ്. 6 മണി വരെ ഞാൻ ആ വെള്ളത്തിൽ കിടക്കും. ഞാനോട് പറഞ്ഞാടാ, പൂള് മലിനമാവും. നീ ദിവസവും കിടക്കണതല്ലേ, അതിൽ കൂടുതൽ എന്തിനു മലിനാവാൻ? ഇതിലൊന്ന് തുളുമ്പണെങ്ങനെ? സ്വിമ്മിങ് കോച്ച്. ഹലോ കോച്ച്, ഞാൻ ഫ്ലിപ്പറും ഗോഗിൾസും ഒക്കെ വെച്ച് റെഡിയായി നിൽക്കുകയാണ്. ഒരു ആവശ്യമില്ല, ഇന്ന് നീന്തലില്ല. അതെന്തൊരു വർത്താനം? സ്വിമ്മിംഗ് പൂളിൽ വെള്ളമില്ലടോ, എല്ലാം നീരാവിയായി പോയി. അതെന്തൊരു പ്രതിഭാസം? ഇവാപ്പറൈസേഷൻ. കോച്ച്, കണ്ടൻസേഷൻ നടക്കുമ്പോ എന്നെ തിരിച്ചു വിളിക്കണേ. പോടാ, വെച്ചിട്ട് പോടാ. കരയണ പറയടാ, എന്നോട് കൊണ്ടുവിടാ പ്ലീസ്. പൂൾ അടച്ചു പൂട്ടി. നല്ല കാര്യം. എന്നാൽ ദിഗംബരനെ വന്ന പോലെ തിരിച്ചു പൊക്കിയോളൂ, പാട്ടും പാടി. ചൂടെടുത്ത് വെപ്പറാണ് എടുക്കണം. പോയെന്ന് കിടക്കാൻ ഇനി. ഹലോ, എക്സ്ക്യൂസ് മീ. നമസ്കാരം, ഞാൻ YMP പാർട്ടിയുടെ സ്ഥാനാർത്ഥി. പേര് വരദരാജൻ. നമ്മുടെ ചിഹ്നം AC. കുളിരി കോരണ്ടേ? അറിവ് പകർത്തുന്നതിന് നന്ദി. പൊക്കിയോളൂ. പോകരുത്. ഞാൻ ഈ മണ്ഡലത്തിൽ വിജയിച്ചാൽ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന വികസനത്തെ പറ്റി ഒരു നിമിഷത്തെ രത്നചുരുക്കം നൽകാൻ എനിക്കൊരു അവസരം തരൂ. താൻ ഇവിടെ ഇരുന്ന് രത്നോ പവിഴോ സ്വർണ്ണം എന്തോ വെച്ചാൽ ചുരുക്കും. ഇവിടെ മനുഷ്യ ഇവിടെ ചൂടെടുത്തിട്ട് ഊപ്പാട് വരണം. അപ്പോഴാണ് പ്ലീസ് ചേട്ടാ, പ്ലീസ് ഒരു നിമിഷം. എന്നാ ഇന്ന് ചുരുക്ക്. ആദ്യം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്ന വികസനം എന്ന് പറയുമ്പോൾ ബാപ്ലിമുക്കിനെ ഒരു രാജ്യമായി പ്രഖ്യാപിക്കും. വല്ലാത്ത മികച്ചൊരു അപരാധം. താങ്ക്സ്. റോഡുകളെ പറ്റി എന്താണ് അഭിപ്രായം? റോട്ടിൽ നമുക്ക് നടക്കാം, കിടക്കാം, ഇരിക്കാം, നിൽക്കാം, പെടുക്കാം. എന്റെ രണ്ടാമത്തെ വികസനം എന്ന് പറയുന്നത് ഈ റോട്ടിലെ കുണ്ടും കുഴിയും കട്ടറുമെല്ലാം അതുപോലെ നിലനിർത്തുന്നതായിരിക്കും. പുതിയ റോഡ് ഞാൻ പണിയും. എന്റെ രണ്ടാമത്തെ തെരഞ്ഞെടുത്താൽ മാത്രം മതി. പറയും പോലെ കഴിഞ്ഞതിന് നീലാണ് നിന്ന് ജയിച്ചത്. അതെ, അന്ന് മുങ്ങിട്ട് ഇപ്പോഴാ പൊങ്ങണ. അതിനെപ്പറ്റി നമുക്ക് പിന്നെ സംസാരിക്കാം. നമ്മുടെ വാപ്പിളിമുക്ക് സ്കൂളിന് തടസ്സമായി നിൽക്കുന്ന ബാർ ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ. നല്ല കാര്യം. നീ പറഞ്ഞ വികസനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം. ബാക്കി പറ. ഞാൻ ഭരണത്തിൽ വരുന്ന അന്ന് തന്നെ ബാറിന് ഭീഷണി സ്കൂളാണെന്ന് വരുത്തി തീർത്ത് സ്കൂൾ ഇടിച്ചു പൊളിച്ചു കളഞ്ഞ് ബാർ വിപുലീകരിക്കും. നീ ഇപ്പൊ തന്നെ പകുതി വിജയിച്ചു കഴിഞ്ഞു. വീട്ടുകാരും പറയും. നമ്മുടെ യുവതലമുറ തെക്കും വടക്കും ജോലിയില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്.
ആടാ നല്ല കാര്യമാണ്. യുവതലമുറയ്ക്ക് വേണ്ടി വേറെ ആരും ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. നീ എന്തെങ്കിലും ചെയ്യണമുണ്ടല്ലോ, അത് മതി. നീ ബാക്കി പറ. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവർക്ക് വേണ്ടി വണ്ടി പാർക്ക് ചെയ്യാൻ പഞ്ചായത്ത് ജംഗ്ഷനിൽ 1.5 ഏക്കർ പാർക്കിംഗ് സ്പേസ്. ബൈക്കിന് 100, കാറിന് 500. കടയാടി, ഞാൻ ഒന്നാമത് ഇവിടെ ചൂടെടുത്ത് പ്രാന്തരത്തിരിക്കുകയാണ്. നീ എന്നെ വീണ്ടും ചൂടാക്കിയോണ്ടല്ല. ചിന്നേസിയനേട്ടാ, കുത്തിയാ മതി, തണുക്കും. ചേട്ടനെ തണുപ്പിക്കാൻ എന്റെ മറ്റൊരു വികസനത്തെ കുറിച്ച് ഞാൻ പറയാം. വേനൽക്കാലത്ത് ചൂടനുഭവിക്കുന്ന ഓരോ വീട്ടിലും, വേനല്ലെങ്കിൽ AC, അതെല്ലാരും ചെയ്യണത് തന്നെ. ഓരോ വീട്ടിലും 1 രൂപയുടെ 5 സെന്റർ ഫ്രഷ് വീതം കൊടുക്കും. എല്ലാരും ചവച്ചിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊതിയാ മതി, നല്ലപോലെ തണുക്കും. എങ്ങനെ ഉണ്ട്? ഇതിനൊക്കെ കുറെ ചെലവാവൂലടാ, ഖജനാവിലെ പൈസ തീരൂലേ? പിന്നെ 5 കോടിയുടെ പദ്ധതിയില്ലേ? എന്റെ ഇവിടെ തോട്ടെ, നിനക്ക് തന്നെ കുത്താ ഞാൻ. എനിക്കറിയാം. എന്റെ അവസാന വികസനവും കൂടെ ചേട്ടൻ കേൾക്കണം. പട്ടിണിയും പരിപൊട്ടവും അനുഭവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള എന്റെ ഡ്രീം പ്രോജക്റ്റ്. 2000 രൂപയ്ക്ക് ഒരു ഫുൾ കുഴിമന്തി കോംബോ കിട്ടുന്ന ഒരു ഹോട്ടൽ ഈ വാപ്പിളിമുക്കിൽ. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ നായേ. ആരേട്ടാ? നിന്നെ തന്നെടാ നായേ. ചേട്ടാ, ഒരു കാര്യം പറയട്ടെ. നമ്മളെ ആൾക്കാർ ഭരിക്കണോണ്ടാണ് ഈ ലോഡ് ഷെഡിങ്ങും പവർ കട്ടൊന്നും ഇല്ലാതെ ഇരുട്ടത്താവാതെ കിടക്കണത്. അതും കൂടെ ഈ ചൂടത്തുണ്ടായിരുന്നെങ്കിലേ പുറത്തിയേനെ. ഇപ്പൊ ഇരുട്ടത്തായില്ലല്ലോ ഏട്ടാ, പകലല്ലേ. രാത്രി ആയിരുന്നെങ്കിൽ ഇരുട്ടത്തായേനെ. AC കിട്ടി തന്നെ കുത്തണേ. പോട്ടെ. അവന്റെ ഒരു AC, കറണ്ടും പോയി. ചെലജേ, ചെലജേ. അയ്യോ, ആരെങ്കിലും എന്നെ അടുത്ത് കിണറ്റിലറിയേ. മഹേഷ് ഇവിടെ പോയി. അമ്മ, ഞാൻ ഫ്രിഡ്ജിനകത്ത് ലോക്കായി പോയി. ആരെങ്കിലും തുറന്നു വിടി. ചൂടേ ചൂടേ, അയ്യോ പൊരിയടേ. അയ്യോ, എന്തൊരു ചൂട്! ഇത് വീട്ടിൽ പോയി ഫാൻ കൊണ്ടിരിക്കുകയായിരുന്നു. ചൂടാണ്, എനിക്കിട്ട് കുത്തിയാ മതി, ചൂട് മാറും. കയ്യിൽ കത്തിയില്ലാതെ പോലെ നിന്റെ അടുത്ത് കുത്തിയടാ. കൊട പുല്ല് മാറി. വരദരാജൻ കീജി, വരദരാജൻ കീജി, വരദരാജൻ കീജി.